ഈ കഴിഞ്ഞുപോയ IPL ചില താരങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട സീസണായിരുന്നു. ഈ സീസണിൽ RCB ചരിത്രം സൃഷ്ടിക്കുകയാണ് ശരിക്കും ചെയ്തത്. വിരാട് കോഹ്ലിയുടെ RCB ആദ്യ IPL ട്രോഫി നേടി. ഇതോടെ ആദ്യമായി IPL ട്രോഫി ഉയർത്താനുള്ള പഞ്ചാബിന്റെ സ്വപ്നം തകരുകയും ചെയ്തിരുന്നു. എന്നാൽ നിരവധി മികച്ച ഇന്നിംഗ്സുകൾക്കും അവിസ്മരണീയമായ കാര്യങ്ങൾക്കുമിടയിൽ IPLൽ ഇത്തവണ നിരവധി ഇതിഹാസ താരങ്ങളാണ് കളിച്ചത്. അവരുടെ പ്രകടനം വളരെയധികം നിരാശപ്പെടുത്തുന്നതായിരുന്നു. ഈ സീസണിൽ ചില താരങ്ങളുടെ പതനവും കണ്ടു. സീസണിലുടനീളം വളരെയധികം നിരാശപ്പെടുത്തിയ പരിചയസമ്പന്നനായ മഹേന്ദ്ര സിംഗ് ധോണിയുടെ പേരുമൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. IPLലെ ഏറ്റവും മോശം പ്ലേയിങ് 11നെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ ഓപ്പണറായി ഇഷാൻ കിഷനാണുള്ളത്. ഋഷഭ് പന്ത് 3ാം സ്ഥാനത്തുമുണ്ട്. വെങ്കിടേഷ് അയ്യർ 4ാം സ്ഥാനത്തും. ഇവരെ കൂടാതെ ഓൾറൗണ്ടർമാരായ നിതീഷ് കുമാർ റെഡ്ഡി, ലിയാങ് ലിവിങ്സ്റ്റൺ, ഗ്ലെൻ മാക്സ്വെൽ എന്നിവർ യഥാക്രമം 5, 6, 7 സ്ഥാനങ്ങളിലുമുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഈ ടീമിന്റെ നായകൻ. ഒടുവിൽ റാഷിദ് ഖാൻ, ഇഷാന്ത് ശർമ്മ, മുഹമ്മദ് ഷമി എന്നിവർ ബൌളിംഗിന്റെ ചുമതലയും നൽകിയിട്ടുണ്ട്. ഋഷഭ് പന്താണ് ഏറ്റവും വലിയ ഫ്ലോപ്പ് കളിക്കാരനായി മാറിയിട്ടുള്ളത്. IPLന് മുമ്പ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കളിക്കാരനായിരുന്നു ഋഷഭ് പന്ത്. പക്ഷേ ലീഗിൽ അദ്ദേഹത്തെക്കാൾ വലിയൊരു ഫ്ലോപ്പ് കളിക്കാരൻ ഉണ്ടായിട്ടില്ല. ആ ഫ്ലോപ്പ് കളിക്കാരനിൽ ആദ്യത്തെ പേര് IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ കളിക്കാരനായ ഋഷഭ് പന്ത് തന്നെയാണ്. 27 കോടി രൂപയ്ക്കാണ് ലക്നൗ സൂപ്പർ ജയൻസ് പന്തിനെ വാങ്ങിയത്. എന്നാൽ പന്തിന് പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല. അവസാന മത്സരത്തിൽ സെഞ്ചുറി നേടിയെങ്കിലും അതിനു മുമ്പ് അദ്ദേഹം ബാറ്റിംഗിൽ നിന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആരാധകരെയും ടീമിനെയും ഒക്കെ നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു എല്ലാ മത്സരത്തിലും കാഴ്ചവെച്ചത്. കൂടാതെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ചും ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. 14 മത്സരങ്ങളിൽ 13 ഇന്നിംഗ്സുകളിൽ നിന്നായി 24.45 ശരാശരിയിൽ വെറും 269 റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത്. ഈ മോശം പ്ലേയിങ് 11ൽ മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായ മഹേന്ദ്ര സിംഗ് ധോണിയുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ധോണിയുടെ പ്രകടനവും വളരെ മോശമായിരുന്നു. ഈ സീസണിൽ ധോണിയുടെ സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ അതിദയനീയമാണ്. ഇതിനു പുറമെ ധോണിയുടെ ഏറ്റവും മോശം സീസൺ കൂടിയായിരുന്നു ഇത്. ധോണിയെ കൂടാതെ ഈ സീസണിൽ പഞ്ചാബ് കിങ്സിൽ ചേർന്ന ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെല്ലും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ സീസൺ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്പർ ഫ്ലോപ്പ് തന്നെയാണ്. ടീം നോക്കാം. രജിൻ രവീന്ദ്ര 8 മത്സരത്തിൽ 128 സ്ട്രൈക്ക് റേറ്റിൽ 27.28 ശരാശരിയിൽ 191 റൺസാണ് നേടിയത്. ഇഷാൻ കിഷൻ ആകട്ടെ 14 മത്സരങ്ങൾ കളിച്ചു. 35 ശരാശരിയിൽ 182 സ്ട്രൈക്ക് റേറ്റിൽ 354 റൺസും. ഋഷഭ് പന്ത് ആണെങ്കിൽ 14 മത്സരങ്ങളിൽ 24.45 ശരാശരിയിൽ 133 സ്ട്രൈക്ക് റേറ്റിൽ 269 റൺസ് മാത്രമാണ് നേടിയത്. വെങ്കിടേഷ് അയ്യർ 11 മത്സരങ്ങൾ കളിച്ചു. 20.28 ശരാശരി 139 സ്ട്രൈക്ക് റേറ്റിൽ 142 റൺസാണ് എടുത്തത്. നിതീഷ് കുമാർ റെഡ്ഡി 13 മത്സരങ്ങളാണ് കളിച്ചത്. 22.75 ശരാശരിയിൽ 118 സ്ട്രൈക്ക് റേറ്റിൽ വെറും 182 റൺസ് മാത്രമാണ് എടുത്തത്. ലിയാം ലിവിങ്സ്റ്റൺ ആകട്ടെ 10 മത്സരങ്ങളാണ് കളിച്ചത്. വെറും 16 ശരാശരിയിൽ 133 സ്ട്രൈക്ക് റേറ്റിൽ 112 റൺസിന് 2 വിക്കറ്റാണ് അദ്ദേഹം നേടിയത്. ഗ്ലെൻ മാക്സ്വെൽ ആണ് പട്ടികയിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത്. 7 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത്. 8 ശരാശരിയിൽ 48 റൺസ് മാത്രമാണ് നേടിയത്. 4 വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട്. മഹേന്ദ്ര സിംഗ് ധോണി എടുത്തു നോക്കിയാൽ 14 മത്സരങ്ങൾ കളിച്ചു. 24 ശരാശരിയിൽ 196 റൺസ് മാത്രമാണ് ധോണി നേടിയത്. റാഷിദ് ഖാൻ 15 മത്സരങ്ങൾ കളിച്ചു. 9 വിക്കറ്റുകൾ നേടി. ഇഷാന്ത് ശർമ്മ 7 മത്സരങ്ങളിൽ നിന്നും 4 വിക്കറ്റുകൾ. മുഹമ്മദ് ഷമി 9 മത്സരത്തിൽ 6 വിക്കറ്റുകൾ. മോഹിത് ശർമ്മ 8 മത്സരത്തിൽ 2 വിക്കറ്റുകൾ. IPLലെ മോശം പ്ലേയിങ് 11 ഇതാണ്. ഋഷഭ് പന്ത്, വെങ്കിടേഷ് അയ്യർ, നിതീഷ് കുമാർ റെഡ്ഡി, ലിയാം ലിവിങ്സ്റ്റൺ, ഗ്ലെൻ മാക്സ്വെൽ, മഹേന്ദ്ര സിംഗ് ധോണി, റാഷിദ് ഖാൻ, ഇഷാന്ത് ശർമ്മ, മുഹമ്മദ് ഷമി, മോഹിത് ശർമ്മ.